मैंने कहा मैं देशवासियों को वादा करता हूं कि मैं മോദി ഒരു ക്രൂരനാണ്. श्री नरेंद्र दामोदर दास मोदी ഒട്ടും സംശയിക്കണ്ട, മോദി ഒരു ക്രൂരനാണ്. मैं നരേന്ദ്ര ദാമോദർ ദാസ് മോദി ഭാരതത്തിന്റെ ഏറെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയായിട്ടുള്ള ശ്രീ നരേന്ദ്ര ദാമോദർ ദാസ് മോദിയെ പറ്റി തന്നെയാണ് പോകൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ. മോദി ഒരു ക്രൂരൻ തന്നെയാണ്, യാതൊരു സംശയവുമില്ലാതെയാണ് പോകൻ പറയുന്നത്. സാധുക്കളുടെ പള്ളക്കടിക്കുകയും അവരുടെ അതിജീവന വഴികൾ അടയ്ക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യദ്രോഹിക്ക് നൽകാവുന്ന ഏറ്റവും കുറഞ്ഞ വിശേഷണമല്ലേ അത്? ക്രൂരൻ എന്നുള്ള വിളി അല്ലേ? നമ്മുടെ പ്രധാനമന്ത്രിയെ വധിക്കാൻ അന്താരാഷ്ട്ര ഗൂഢാലോചനകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് തന്നെ ഇത്തരമൊരു വർത്തമാനം പറയുന്നത് മര്യാദകേടല്ലേ എന്ന് മാന്യന്മാർക്ക് തോന്നാം. എന്നാൽ കേട്ടോ മാന്യന്മാരെ, മാന്യതയ്ക്കും മുകളിലാണ് മാനവികത. മാന്യതയ്ക്കും മുകളിലാണ് മാനവികത. നിങ്ങളൊക്കെ വലിയ മാന്യന്മാരായിരിക്കും, എന്നാൽ ഈ പോങ്ങന് തീർച്ചയായിട്ടും മാന്യതയേക്കാൾ വലുതാണ് മാനവികത. മാനവികനായിരുന്നു മോദിയെങ്കിൽ ഇത്തരം ഒരു ആഗോള ഭീഷണിക്ക് ഇരപ്പെടേണ്ട എന്തെങ്കിലും ഒരു കാര്യമുണ്ടായിരുന്നു. മാന്യന്മാരെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തു, മനുഷ്യപ്പറ്റുള്ളവരെ ആരെങ്കിലും വധിക്കുമെന്ന് പറയുമോ? ഒരാളെ ആർക്കാണ് കൊല്ലാൻ തോന്നുന്നത്? അയാളുടെ ശത്രുക്കൾക്ക് അല്ലേ? അങ്ങനെയെങ്കിൽ ആരാണ് മോദിയുടെ ശത്രു? മോദിയെ കൊണ്ട് അന്നം മുട്ടുന്നവർ, മോദിയെ കൊണ്ട് ജീവിതഗതി അടയുന്നവർ, മോദിയെ കൊണ്ട് അതിജീവന പ്രതിസന്ധി നേരിടുന്നവർ, മോദിയെ കൊണ്ട് സാമ്പത്തിക നഷ്ടം സംഭവിക്കുന്നവർ, മോദിയെ കൊണ്ട് സ്വപ്ന സാക്ഷാത്കാരം നിഷേധിക്കപ്പെടുന്നവർ, മോദിയെ കൊണ്ട് പ്രതീക്ഷ അറ്റുപോകുന്നവർ, മോദിയെ കൊണ്ട് നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടുന്നവർ, മോദിയെ കൊണ്ട് തൊഴിൽ നഷ്ടം അനുഭവിക്കുന്നവർ, മോദിയെ കൊണ്ട് അവസര നിഷേധം സംഭവിക്കുന്നവർ, മോദിയെ കൊണ്ട് ഒരു ഗതിയും പരഗതിയും കിട്ടാത്തവർ അല്ലേ? അവരൊക്കെയാണ് മോദിയുടെ ശത്രുക്കൾ. അങ്ങനെയെങ്കിൽ മോദിയുടെ ശത്രുക്കൾ ഭാരതത്തിന് അകത്താണോ പുറത്താണോ ഉള്ളത്? അന്താരാഷ്ട്ര വധഭീഷണിയുടെ നിഴലിലാണല്ലോ നിലവിൽ മോദി കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആഗോളാടിസ്ഥാനത്തിൽ മോദിയോട് ശത്രുത സൂക്ഷിക്കുന്നവർ ആരൊക്കെയാണ്? ഭാരതത്തിന് കരുത്തുറ്റ ഒരു പ്രധാനമന്ത്രി ഉണ്ടാവുന്നത് നമ്മുടെ അമേരിക്ക അത്ര കണ്ട് ആസ്വദിക്കുന്നുണ്ടാവില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. അക്കാര്യത്തിൽ അമേരിക്കയ്ക്കും സോണിയയ്ക്കും ഒരേ താല്പര്യമാണ് ഉണ്ടാവുക. സോണിയയുടെ ഒരു കളിപ്പാട്ടം പോലെ ഇന്ത്യൻ പ്രധാനമന്ത്രി പദം അലങ്കരിച്ചിരുന്ന വ്യക്തിയായിരുന്നല്ലോ മൻമോഹൻ സിംഗ്. അമേരിക്ക ആഗ്രഹിക്കുന്നതും കളിപ്പാട്ടം പോലെ കൊണ്ടു നടക്കാവുന്ന ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയെ തന്നെ ആവും. സോണിയയ്ക്ക് മൻമോഹൻ എന്ന പോലല്ല അമേരിക്കയ്ക്ക് നരേന്ദ്രമോദി. ഡൊണാൾഡ് ട്രംപിന്റെ മൻമോഹൻ സിംഗ് ആവാൻ നരേന്ദ്രമോദിയെ ലഭിക്കാത്തതിൽ സ്വല്പം അപ്രിയം അമേരിക്കയ്ക്ക് ഉണ്ടാവും, സ്വാഭാവികം. എന്നാലും വധിക്കാൻ മാത്രമുള്ള ശത്രുത അമേരിക്ക, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് മാത്രമല്ല ട്രംപിനോ അമേരിക്കയ്ക്കോ ഒന്നും ഉണ്ടാവാനിടയില്ല എന്നുള്ളതാണ് എന്റെ ഒരു പക്ഷം. നയതന്ത്ര മികവ് പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ചൈനയ്ക്കും മോദിയോട് കൊല്ലാനുള്ള ശത്രുതയൊന്നും ഉണ്ടാവില്ല അല്ലെ? സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്ന അതേ സൗഹൃദ ഭാവം ഭാരതത്തോട് ഇന്നും സൂക്ഷിക്കുന്ന ഒരു രാഷ്ട്രമാണ് റഷ്യ. സോവിയറ്റ് യൂണിയൻ എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വന്നു, അതുകൂടി ഞാൻ പറഞ്ഞു പോവാം. പക്ഷേ ഈ താളം അങ്ങനെ നിന്നോട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ഇസ്രായേലിന് മോദി എന്നാൽ വളരെ പ്രിയപ്പെട്ടവനാണ് അല്ലെ? അതായത് ഉന്മൂലനം ചെയ്യാൻ മാത്രമുള്ള ശത്രുത ലോകരാഷ്ട്രങ്ങൾ മോദിയോട് സൂക്ഷിക്കാനുള്ള സാധ്യത തീരെയില്ല. പിന്നെ സാമ്പത്തികമായും സാങ്കേതികമായും സൈനികമായും സാമൂഹ്യമായും ഒക്കെ ഭാരതം കരുത്താർജിക്കുന്നതിനാൽ അസൂയ കലർന്ന അതിശയാദരങ്ങൾ പല ലോക നേതാക്കൾക്കും വ്യക്തിപരമായി കാണുമെങ്കിൽ കൂടി അത് കൊല്ലാനുള്ള പകയായി മാറില്ല. ഡിജിറ്റൽ യുഗമായതുകൊണ്ടും സാമൂഹ്യ മാധ്യമങ്ങളുടെ കാലമായതുകൊണ്ടും ലോകമാനവ സമൂഹം അവരവരുടെ നേതാക്കളെ നരേന്ദ്രമോദിയുടെ ഭരണ നൈപുണ്യവുമായി താരതമ്യം ചെയ്യുമെന്ന് പറയുന്ന ചിന്തയുള്ളതുകൊണ്ട് ഈ ലോക നേതാക്കൾ കൂടുതൽ മോഡിഫൈഡ് ആവാനുള്ള സാധ്യതയേ ഉള്ളൂ. മോദിജി പരോക്ഷമായെങ്കിലും അവരുടെ മോടി കൂട്ടുന്ന ശക്തിയായേ അവർ മനസ്സിലാക്കുകയുള്ളൂ. അപ്പോൾ മോദിയുടെ യഥാർത്ഥ ശത്രുക്കൾ ഭാരതത്തിന്റെ ഉള്ളിൽ തന്നെയാണുള്ളത്. പൂർണ്ണ ആരോഗ്യവാനായ, ഇനിയും കുറഞ്ഞത് ഒരു പതിറ്റാണ്ട് കൂടിയെങ്കിലും വളരെ ഊർജ്ജസ്വലനായി രാഷ്ട്ര സേവനം നടത്താൻ കഴിയുന്നത്ര മാനസികാരോഗ്യവും അതുപോലെ തന്നെ ശാരീരിക ക്ഷമതയുമുള്ള നരേന്ദ്രമോദി ആർക്കൊക്കെയാണ് ഭാരതത്തിൽ ഭീഷണി പകർന്നുകൊണ്ടിരിക്കുന്നത്? പോകൻ സ്വല്പം ചരിത്രം പറയട്ടെ, ഒട്ടും വളച്ചു കെട്ടാതെ വളരെ ശ്രദ്ധിച്ചു കേട്ടാൽ മോദിജിയുടെ പ്രധാന ചില ശത്രുക്കൾ നിങ്ങളുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വരാൻ സാധ്യതയുണ്ട്, വളരെ അധികം വലിയ സാധ്യതയുണ്ട്. ഭാര്യയുടെ കുസൃതി കൊണ്ട്, ഞാൻ അങ്ങനെ തന്നെയാണ് പറയുന്നത് കേട്ടോ, ഭാര്യയുടെ കുസൃതി കൊണ്ട് പൊറുതിമുട്ടിയ നമ്മുടെ മൗണ്ട് ബാറ്റൻ പ്രഭു ഭരണമൊക്കെ മതിയാക്കി എഡ്വിനെയും ഒക്കെ എടുത്ത് വെള്ളക്കാരെയും ഒക്കെ കൂട്ടി ബ്രിട്ടനിലേക്ക് അങ്ങോട്ടേക്ക് മടക്കി.
മോഹൻദാസിന്റെ നിരാഹാരത്തെക്കാൾ ജവഹറിന്റെ ആ കുക്കുടാസക്തിയാണ് ഈ മൗണ്ട് ബാറ്റനെ വലച്ചതെന്നാണ് പോങ്ങന്റെ ഒരു നിരീക്ഷണം. എന്തായാലും 1947 ഓഗസ്റ്റ് മാസം 15 ഭാരതത്തിന്റെ മണ്ണിൽ പാകിസ്ഥാൻ എന്നു പേരായിട്ടുള്ള ഒരു മതരാഷ്ട്രം നിർമ്മിച്ചതിന് ശേഷം എഡ്യൂനെയും കൂട്ടി മൗണ്ട് ബാറ്റൻ പാകിസ്ഥാൻ എന്ന മതരാഷ്ട്രത്തിനൊപ്പം ഭാരതത്തിന്റെ മണ്ണിൽ പുതിയൊരു പാരമ്പര്യ തൊഴിലും ഉദയം കൊണ്ടിരുന്നു കേട്ടോ. അതിനെപ്പറ്റിയും പോകാൻ പിന്നാലെ പറയാം. 1964 ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിക്ക് പ്രായാധിക്യം മൂലം 74-ാമത്തെ വയസ്സിൽ അന്തരിക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം വന്നുപെട്ടു. പ്രായാധിക്യം അത് തടയാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അന്തരിച്ചേ മതിയാവൂ എന്ന് പറയുന്ന ഒരു അവസ്ഥ വന്നുപെട്ടു. അന്തരിച്ചു. സ്വാഭാവിക മരണം എന്ന ഔദ്യോഗികമായി ഗണിക്കപ്പെട്ട ആ വിയോഗം ഹൃദയാഘാതം മൂലം സംഭവിച്ചതായിരുന്നു. അങ്ങനെയാണ് ചരിത്രം എന്നോട് പറഞ്ഞത്. ചരിത്രത്തോട് ആരാണ് പറഞ്ഞത് പക്ഷേ എനിക്ക് അറിയില്ല. ചരിത്രം എന്നോട് പറഞ്ഞത് ഞാൻ നിങ്ങളോട് പറയുന്നു. പ്രഥമ പ്രധാനമന്ത്രി മരിച്ച് 1 മാസം കഴിഞ്ഞപ്പോഴേക്കും ലാൽ ബഹദൂർ ശാസ്ത്രി രാജ്യത്തിന്റെ 2ാമത്തെ പ്രധാനമന്ത്രിയായി മാറി. അതിന്റെ ഇടയിൽ അല്പ ദിവസത്തേക്ക് നമ്മുടെ ഗുൽസാരി നന്ദയെ പിടിച്ച് താൽക്കാലിക പ്രധാനമന്ത്രിയാക്കി വച്ചിരുന്നു. പ്രഥമ പ്രധാനമന്ത്രിയുടെ 47 വയസ്സ് പ്രായമുള്ള മകളെ തന്റെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ ലാൽ ബഹദൂർ ശാസ്ത്രി അങ്ങോട്ടേക്ക് തീരുമാനിച്ചു. വാർത്താ വിതരണ പ്രക്ഷേപണ വകുപ്പ് മന്ത്രിയുടെ കുപ്പായമാണ് പ്രഥമ പ്രധാനമന്ത്രിയുടെ മകൾക്ക് ലാൽ ബഹദൂർ ശാസ്ത്രി നൽകിയത്. 1965 പാകിസ്ഥാൻ ഇന്ത്യയുമായി സ്വല്പം യുദ്ധം ചെയ്യേണ്ട ഒരു സാഹചര്യത്തിൽ വന്നുപെട്ടതുകൊണ്ട് അവർ നമ്മളോട് യുദ്ധത്തിനായിട്ട് വന്നു. 1965 ഈ കച്ച് പീഠഭൂമിയുടെ മറവിൽ കശ്മീർ ലക്ഷ്യമാക്കിയിട്ടുള്ള യുദ്ധം തന്നെയാണ്. അതിനുവേണ്ടിയാണ് ഈ കശ്മീർ പിടിച്ചടക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് അപ്പോഴും വന്നത്. ആ സമയം കേന്ദ്രമന്ത്രിയായിരുന്ന നമ്മുടെ പ്രഥമ പ്രധാനമന്ത്രിയുടെ ഏക മകൾ ശ്രീനഗറിൽ അവധിക്കാലം ചിലവഴിക്കുകയായിരുന്നു എന്നാണ് ചരിത്രം. മന്ത്രിയാവുന്നതിനൊക്കെ മുമ്പ് പുള്ളിക്കാരി ഒരു ഗണ്ഡിയെ വിവാഹമൊക്കെ കഴിച്ചിരുന്നു. അപ്പൊ പാകിസ്ഥാൻ യുദ്ധത്തിനൊക്കെ വന്നപ്പോ കശ്മീരിൽ തന്നെ ശ്രീനഗറിൽ തന്നെ അവർ അവിടെ ഉണ്ട്, വിനോദിക്കുകയാണ്. എന്തായാലും ലാൽ ബഹദൂർ ശാസ്ത്രി മന്ത്രിസഭയിൽ പ്രധാനമന്ത്രിയുടെ മകൾ ഒഴികെ മറ്റെല്ലാവരും പെണ്ണുങ്ങളാണ് എന്ന് പറയുന്ന ഒരു പരിഹാസം രാജ്യമാകെ അങ്ങോട്ടേക്ക് ഉയർന്നു. ആദ്യത്തെ PR എന്നാണ് ഞാനതിനെ കാണുന്നത്. വാർത്താ വിതരണ പ്രക്ഷേപണ വകുപ്പ് മന്ത്രിയായിരുന്നത് കൊണ്ട് പലതും സാധിക്കുമല്ലോ. എന്നാൽ ലാൽ ബഹദൂർ ശാസ്ത്രി അതിശക്തമായ പ്രഹരം പാകിസ്ഥാൻ അങ്ങോട്ട് നൽകി. പാകിസ്ഥാൻ വെടിനിർത്തൽ സ്വാഭാവികമായി പ്രഖ്യാപിച്ചു. അതോടെ മാന്യനും മര്യാദക്കാരനും അതുപോലെ തന്നെ വളരെ മിതഭാഷിയുമൊക്കെ ആയിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രിക്ക് രാജ്യത്താകെ ഒരു വീരപരിവേഷം അങ്ങോട്ടേക്ക് ലഭിച്ചു. സോവിയറ്റ് യൂണിയനിൽ വെച്ച് പാക് പ്രസിഡന്റുമായി ലാൽ ബഹദൂർ ശാസ്ത്രി ആ താഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ചതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. എന്തായാലും ആ ഒപ്പുവെപ്പോട് കൂടി അതല്ലെങ്കിൽ അതിന്റെ പിറ്റേന്ന് സോവിയറ്റ് യൂണിയനിൽ വെച്ച് ലാൽ ബഹദൂർ ശാസ്ത്രി തന്റെ 61-ാമത്തെ വയസ്സിൽ ഹൃദയാഘാതത്തിലൂടെ തന്നെ മരണപ്പെട്ടു. 61-ാമത്തെ വയസ്സിൽ. അങ്ങനെ ദുരൂഹ സാഹചര്യത്തിൽ വിദേശ രാജ്യത്ത് വെച്ച് കൊല്ലപ്പെടുന്ന ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയായി ലാൽ ബഹദൂർ ശാസ്ത്രി മാറുകയും ചെയ്തു. ലാൽ ബഹദൂർ ശാസ്ത്രി സോവിയറ്റ് റഷ്യയിൽ മരിക്കുമ്പോൾ പ്രഥമ പ്രധാനമന്ത്രിയുടെ മകൾക്ക് ഈ സോവിയറ്റ് യൂണിയൻ പ്രസിഡന്റ് ആയിരുന്ന ബ്രഷ്നേവുമായി വളരെ അടുത്ത സൗഹൃദം ഉണ്ടായിരുന്നുവെന്ന് ചുമ്മാ ഞാനിപ്പോൾ ഒന്ന് ഓർക്കുകയാണ്. യാതൊരു ദുരുദ്ദേശവുമില്ലാതെ ഒരു ഓർക്കൽ. ചുമ്മാ ഓർത്തു എന്ന് മാത്രം. നിങ്ങളും വേണമെങ്കിൽ ഒന്ന് ഓർത്തോളൂ അത്. Some of the international problems are so interlinked with national issues. വളരെ അടുപ്പമായിരുന്നു അവർ ആ കാലത്ത്. ബ്രഷ്നേവ് 1964 കൂടിയാണ് കരുത്താർജിച്ചു വരുന്നത്. ബ്രഷ്നേവ് യുഗം ആരംഭിക്കുന്ന അപ്പോഴാണ്. 66 ആയപ്പോഴത്തേക്കും ഈ സംഭവം നടക്കുമ്പോൾ ബ്രഷ്നേവ് നല്ല കരുത്തനായി കഴിഞ്ഞിരുന്നു. നമ്മുടെ പ്രഥമ പ്രധാനമന്ത്രിയുടെ മകൾ പലതവണ മോസ്കോ സന്ദർശിച്ചിട്ടുണ്ട് കേട്ടോ. ആ ഔദ്യോഗിക സന്ദർശനം തന്നെ, പരസ്യമായിട്ടുള്ള സന്ദർശനം തന്നെ. ബ്രഷ്നേവ് 1973 ഇന്ത്യയിൽ എത്തിയിട്ടുമുണ്ട്. അതും ഔദ്യോഗിക സന്ദർശനം തന്നെയാണ്. എങ്കിലും അവരുടെ സൗഹൃദം അതിശക്തമായിരുന്നു എന്ന് ഞാനൊന്ന് ഓർക്കുന്നു എന്ന് മാത്രം. എന്തായാലും ഇന്ത്യയും സോവിയറ്റ് യൂണിയനും തമ്മിൽ പല കരാറുകളും ഒപ്പുവെച്ചിട്ടുണ്ട് ആ കാലത്ത്. ഇന്ത്യ സോവിയറ്റ് യൂണിയൻ സൗഹൃദം എന്ന് പറയുന്നത് ഈ പ്രഥമ പ്രധാനമന്ത്രിയുടെ മകളും ബ്രഷ്നേവും തമ്മിലുണ്ടായിരുന്ന സൗഹൃദത്തിന്റെ തുടർച്ച മാത്രമല്ലേ എന്ന് പറയുന്ന ഒരു സന്ദേഹം എനിക്ക് നന്നായിട്ടുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ ഒരു നിരീക്ഷണം പോങ്ങന്റെ ഭാഗത്തു നിന്ന് സംഭവിക്കുന്നുണ്ട്. അതെന്തായാലും ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ മരണം ആർക്കാണ് ഗുണമായത്? ലാൽ ബഹദൂർ ശാസ്ത്രി ഒരു ദേശീയ നായകനായി മാറിയ സമയത്താണ് വെറും 61 വയസ്സ് മാത്രം ഉണ്ടായിരുന്ന ആ മനുഷ്യൻ, നേരത്തെയും 61 വയസ്സിന് ഞാൻ ഒരു ഊന്ന് കൊടുത്തത് അതുകൊണ്ടാണ്, 61 വയസ്സ് മാത്രമുണ്ടായിരുന്ന ആ മനുഷ്യൻ ദുരൂഹ സാഹചര്യത്തിൽ റഷ്യയിൽ വെച്ച് മരണപ്പെടുന്നു. 61 വയസ്സിലാണ്. ഈ 61 എന്നത് പൊതുപ്രവർത്തകനെ സംബന്ധിച്ച് വലിയൊരു പ്രായമല്ല. മരിച്ചിരുന്നില്ല എങ്കിൽ കുറഞ്ഞതൊരു 1.5 പതിറ്റാണ്ട് കൂടി സജീവ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് തുടരാമായിരുന്നു. പക്ഷെ അതുണ്ടായില്ല. ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ മരണം കൊണ്ട് ആർക്കാണ് ഉണ്ടായത് എന്ന് പോങ്ങൻ ഒന്നുകൂടി ചോദിക്കും. ഒരു ദുരുദ്ദേശവുമില്ല ചോദ്യത്തിനകത്ത്. 1947 ഓഗസ്റ്റ് 15 പാകിസ്ഥാനൊപ്പം ഇന്ത്യൻ മണ്ണിൽ ആവിഷ്കരിക്കപ്പെട്ട ഒരു കുടുംബ വ്യവസായത്തിനാണ് ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ മരണം ഗുണം ചെയ്തത് എന്ന് പറയുന്ന ഒരു നിരീക്ഷണം പോങ്ങന്റെ വക സംഭവിക്കും, അല്ലെങ്കിൽ സംഭവിച്ചു കഴിഞ്ഞു.
ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ മരണത്തോടെയാണ് പ്രഥമ പ്രധാനമന്ത്രിയുടെ മകൾ ആദ്യമായി ഇന്ത്യൻ പ്രധാനമന്ത്രിയായത്. അതോടെയാണ് പ്രഥമ പ്രധാനമന്ത്രിയുടെ കുടുംബ വ്യവസായമായി കോൺഗ്രസ് മാറിപ്പോകുന്നത്, അല്ലെങ്കിൽ പൊതുപ്രവർത്തനം മാറിപ്പോയത്. സത്യത്തിൽ പാരമ്പര്യ ചികിത്സ പോലെ, പാരമ്പര്യ ജ്യോതിഷം പോലെ, പാരമ്പര്യ വൈദ്യം പോലെ പാരമ്പര്യ ഭരണവും ഒരു കുലത്തൊഴിലായി ഇന്ന് മാറിയിരിക്കുന്നു, അല്ലെങ്കിൽ മാറ്റപ്പെട്ടിരിക്കുന്നു, അല്ലേ? The moment people stop buying things, factories stop producing things. സ്വാതന്ത്ര്യാനന്തരം ഈ മഹാഭാരതത്തെ പ്രഥമ പ്രധാനമന്ത്രിയുടെ കുടുംബം കുലത്തൊഴിലായി പാരമ്പര്യ ഭരണം കൊണ്ട് ഉപജീവിച്ചത് 6 പതിറ്റാണ്ടിലധികം കാലമാണ്. 6 പതിറ്റാണ്ടിലധികം കാലം ചെറിയ കാലമല്ലത്. സ്വാഭാവികമായും ആ കുലത്തൊഴിലിന് അറുതി വരുത്തുന്ന നിലയ്ക്കല്ലേ മോദിജിയുടെ ഭരണം നടന്നുകൊണ്ടിരിക്കുന്നത്? ശരിയല്ലേ? അതാണ് പോകേണ്ട ചോദ്യം. कि मैं व्यक्तिगत लाभ के लिए कोई काम नहीं करूंगा. അച്ഛനായും മുത്തശ്ശിയായും മുതുമുത്തച്ഛനായും നടത്തി വന്നിരുന്ന പാരമ്പര്യ ഭരണം എന്ന് പറയുന്ന ആ കുലത്തൊഴിലിൽ ഏർപ്പെടാൻ വേണ്ടുന്ന സാഹചര്യം സൃഷ്ടിക്കാതെ മോദി ആരെയൊക്കെയാണ് കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്? Don't make me prime minister. അവരൊക്കെയല്ലേ മോദിജിയുടെ യഥാർത്ഥ ശത്രുക്കൾ? അന്നവും അതിജീവനവും മുട്ടിക്കുന്ന മട്ടിലുള്ള ഭരണ നിപുണതയല്ലേ മോദിജി പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? പാരമ്പര്യ ഭരണം എടുത്ത് ജീവിക്കാൻ അനുവദിക്കാതെ കുലത്തൊഴിലും കുടുംബ വ്യവസായവും മുട്ടിക്കുകയല്ലേ മോദി ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇന്നലെ വരെ ഇന്ത്യയോട് ലോകത്തിനുണ്ടായിരുന്ന കാഴ്ചപ്പാടാണോ ഭാരതത്തിനോട് അവർക്ക് ഇന്നുള്ളത് ലോകരാഷ്ട്രങ്ങൾക്കുള്ളത്? ഇന്ത്യയുടെ മുഖച്ഛായ മാത്രമല്ല, ലോകത്തിന് ഭാരതത്തോടുള്ള മനോഭാവം തന്നെയല്ലേ മോദി ഒരൊറ്റ പതിറ്റാണ്ടുകൊണ്ട് മാറ്റിക്കളഞ്ഞത്? ചെറിയ കാര്യമാണോ അത്? നമ്മുടെ ഏഷ്യാനെറ്റ് സ്ഥാപകനായിട്ടുള്ള റജി മേനോൻ പോലും പറയുന്നു ഇന്ത്യൻ പാസ്പോർട്ടിന്റെ വില കുത്തനെ ഉയർന്നിരിക്കുന്നു എന്ന്. എവിടെ പോയി കഴിഞ്ഞാലും ഏത് എയർപോർട്ടും വലിയ ബഹുമാനമാണ് കിട്ടുന്നതെന്ന് പറയുന്നു. We can be proud to be Indians. 80s-ലും 90s-ലും അതിനുള്ള ഈ സെഞ്ചുറിയുടെ തുടക്കത്തിലൊക്കെ ഞാൻ കുറേ യാത്ര ചെയ്തിട്ടുള്ള ആളാണ്. പല രാജ്യങ്ങളിലും എമിഗ്രേഷനിൽ നമ്മുടെ പാസ്പോർട്ട് കൊടുക്കുമ്പോൾ I have felt that we didn't get any respect. You are looked down upon. പക്ഷേ now things have changed. Especially ഇന്ത്യയെ പറ്റിയുള്ളൊരു മതിപ്പുണ്ട്. That's a happy place. അതുകൊണ്ടൊക്കെ തന്നെ അവരുടെ കണ്ണിൽ മോദി ക്രൂരനല്ലേ? മനുഷ്യവിരുദ്ധനാവില്ലേ? കച്ചവടം പൂട്ടിച്ച ക്രൂരൻ, വയറ്റിൽ പഴുപ്പ് മുട്ടിച്ച മനുഷ്യവിരുദ്ധൻ. അവരങ്ങനെ കാണുന്നതിൽ എങ്ങനെ കുറ്റം പറയാൻ പറ്റും? അങ്ങനെയുള്ളപ്പോൾ മോദിയോട് ശത്രുതയുണ്ടാവുക വളരെ സ്വാഭാവികമായിട്ടുള്ള സംഗതി മാത്രമാണ്. മോദി ഇല്ലാതായാൽ അതുകൊണ്ട് ഗുണം ലഭിക്കുന്ന ഏക കൂട്ടർ അവരല്ലേ എന്നുള്ളതാണ് പോകേണ്ട ചോദ്യം. പാരമ്പര്യ ഭരണം കുടുംബാവകാശമാണെന്നും കുലത്തൊഴിലാണെന്നും വിചാരിച്ച് നടക്കുന്ന മനുഷ്യരുടെ നൈരാശ്യങ്ങളെ, അവരുടെ നൈരാശ്യങ്ങൾ, അത്തരക്കാരുടെ നൈരാശ്യങ്ങളെ തമാശയായോ നിസ്സാരമായോ അങ്ങോട്ടേക്ക് ഗണിച്ച് കളയരുത്. അത് അപകടമാണ്. 6 പതിറ്റാണ്ടിലധികം ഈ മഹാരാജ്യത്തിന്റെ ഖജനാവ് കൈവശം വെച്ച് അനുഭവിച്ചവർക്ക് ഏത് ലോകരാജ്യത്തും സ്വാധീനങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പം സാധിക്കും. കാശിനോട് ആർത്തിയുള്ളവർ നമ്മുടെ നാട്ടിൽ മാത്രമല്ല ഉള്ളത്. അഴിമതിക്കാർ നമ്മുടെ നാട്ടിൽ മാത്രമല്ല ഉള്ളത്. കൊള്ളരുതായ്മയ്ക്ക് കാശിന്റെ മറവിൽ കൂട്ടുനിൽക്കുന്നവർ നമ്മുടെ നാട്ടിൽ മാത്രമല്ല ഉള്ളത്. അത് മറക്കരുത്. കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം രാഷ്ട്രത്തിന്റെ നിലനിൽപ്പും കരുത്തും അഭിവൃദ്ധിയും അഭിമാനവുമൊക്കെ ലക്ഷ്യമിടുന്ന മനുഷ്യർ ഉറപ്പായും മോദിയുടെ ആയുരാരോഗ്യ സൗഖ്യങ്ങൾ തീർച്ചയായിട്ടും കാംക്ഷിച്ചേ മതിയാവൂ എന്ന് പറയുന്ന ഒരു അഭിപ്രായം പോകാനുണ്ട്. അത് കേവലം ദേശസ്നേഹം എന്നു പറഞ്ഞ് അതിൻ്റെ മൂല്യം ഇടിച്ച് പരിഹാസ ബുദ്ധിയോടുകൂടി സംസാരിക്കണ്ട, അങ്ങനെ കാണണ്ട. ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ദേശസ്നേഹത്തെക്കാൾ സ്വന്തം കാൽ ചുവട്ടിലെ മണ്ണിന് ഉറപ്പ് പകരുന്ന പണിയാണ് വാസ്തവത്തിലത്. അതുകൊണ്ട് ഉറപ്പായും മോദിയെപ്പോലൊരു മനുഷ്യൻ ആയുരാരോഗ്യ സൗഖ്യങ്ങളോടുകൂടി നമ്മുടെ ഒപ്പം ഉണ്ടാവേണ്ടത് നമ്മുടെ നിലനിൽപ്പിൻ്റെ ആവശ്യമാണ്, നമ്മുടെ സുരക്ഷയുടെ ആവശ്യമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് പോകുന്ന ഈ സംസാരം ഇവിടെ നിർത്തുന്നു. സന്തോഷം. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അടുത്ത സംസാരത്തിലൂടെ നമുക്ക് വീണ്ടും കേൾക്കാം. സന്തോഷം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യുക. സ്നേഹം. भारत एक सांस्कृतिक पहचान है.